ഷുഹൈലേട്ടാ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ ബിരിയാണി അഥവാ ഇറച്ചിയും പൂളി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടാ. വീഡിയോയിലേക്ക് കിടക്കാം. കപ്പ ആദ്യം നല്ല വൃത്തിയിലേക്ക് കഴുകി നുറുക്കുക. തക്കാളി, ഉള്ളി, പച്ചമുളക് കുക്കർ കിടട്ടാ. ബീഫ്, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ഇടാം, മല്ലിപ്പൊടി ഇടാം, മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് കുറച്ച് ഉപ്പിടാം, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. മിക്സ് ചെയ്യുക. 6 വിസിലടിക്കട്ടാ. 6 വിസിൽ കഴിഞ്ഞ് ഓഫാക്കട്ടാ. വേറെ പാത്രത്തിലേക്കാണ് മാറ്റിയേക്കാം. 2 തേങ്ങ വറുത്തെടുക്കട്ടാ. ഉരുളി ചൂടായാലും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടാ. വലിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇടാം. തേങ്ങ ഇട്ട് കൊടുക്കട്ടാ. തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടാ ഒന്ന് അരച്ചെടുക്കണം. പൂള പൊയ്യണ്ടിട്ടാ. പൂള മൂടോടുള്ള വെള്ളം ഒഴിക്കാം. പച്ച മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പിടട്ടാ. 3 വിസിലിട്ടാ. 2ാമത്തെ വിസിലടിച്ചിട്ടാ. 3 വിസിൽ എന്തായാലും പൂള കഞ്ഞി കഴിക്കണാവും. പൂള റെഡി ആയിട്ടാ. ഊറ്റിയെടുക്കാം. ഉരുളിക്ക് ഇട്ട് കൊടുക്കട്ടാ. നല്ല ഉടക്കണം. തയ്യാറാക്കിയ ബീഫ് തീക്കാൻ ഇടാം. നല്ലോണം മിക്സ് ആക്കട്ടോ. വറുത്ത തേങ്ങ മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് എടുക്കട്ടാ. മിക്സിയിലിട്ട് അരച്ചെടുത്തുകണ്ട. ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകപ്പൊടി ഇടാം. ഗരം മസാല ഇടട്ടാ. തേങ്ങ മിക്സ് ചെയ്യട്ടാ. വറവിടുന്ന പരിപാടി കിടക്കട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ. വെളിച്ചെണ്ണ ചൂടായാൽ ഈരുള്ളി ആണ് കേട്ടാ. വെളുത്തുള്ളി ഇഞ്ചി ഇടട്ടോ. കറിവേപ്പിൻ്റെ ഇല. ഈരുള്ളി വാടി വരട്ടാ. എല്ലാം മിക്സ് ആക്കാം. കുറച്ച് ചപ്പും പാട്ടെടുത്ത് കഴിഞ്ഞാൽ ഇറച്ചിയും പുളിയും ഇവിടെ കഴിഞ്ഞിട്ടാ. അങ്ങനെ നമ്മൾ ഇറച്ചിയും പുളിയും ഇവിടെ റെഡി ആക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.